കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അതിൽ അരവണ പായസം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. 1-2 തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു, നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ. ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല. അങ്ങനെ കുറെ നമ്മള് കൂറികളുണ്ട്. ലക്കും ദീനിക്കും വലിയ ദീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരിപ്പായിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല. ഈ അരവണ പായസം ഉണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ്. അതിൽ കൂടുതൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പോൾ കഴിച്ചിട്ട് ഒരു 15 വർഷങ്ങളായിട്ടുണ്ടാവും ഈ സാധനം കഴിച്ചിട്ട്. എനിക്കിഷ്ടമല്ല. ഞാൻ പഞ്ചാമൃതത്തിൻ്റെ ആളാണ്. പഞ്ചാമൃതം ഒരു 5 ഡപ്പ എന്നാലും ഞാൻ ഒറ്റ ഇരിപ്പിന് കഴിക്കും. ഈ അരവണ പായസം എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെയാണ് എല്ലാവരും. ചിലപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. എൻ്റെയൊക്കെ മുസ്ലിം സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനുവേണ്ടി തല്ലിടുന്ന ആൾക്കാരുണ്ട്. അതിൽ കൈയിട്ട് മാന്തിയിട്ട് കൈ വരെ കീറുക, ബ്ലേഡ് പോലത്തെയാണ് അതിൻ്റെ വക്ക് അതുപോലെ കെട്ടിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ, കഴിക്കാത്തവരും ഉണ്ടാവും. അത് വിട്ടുകളെ. ഇതൊന്നും ഇത്ര വലിയ കേസല്ല ഭായി. നമ്മളിപ്പോൾ സംസം വെള്ളം കുടിച്ച ഒരാളാണ് നമ്മൾ. അതുപോലെ നമ്മുടെ കയ്യിൽ വേളാങ്കണ്ണിയിൽ നിന്ന് വെഞ്ചരിച്ചു കൊടുക്കുന്ന കുരിശുമാല എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊന്നും വലിയ കഥയുള്ള കേസല്ല. ഇഷ്ടമുള്ളവർ കഴിക്കണവരുണ്ട്, ഇഷ്ടമില്ലാത്തവർ കഴിക്കാണ്ടിരിക്കട്ടെ. അതിന് നമ്മൾ ഒരു വിഭാഗത്തിന് ഇങ്ങനെ വിമർശിച്ച് അവരെങ്ങനെ വെറുപ്പ് മേടിച്ചിട്ട് കാര്യമില്ല. ഇതാ ഇങ്ങനെ ചെറിയൊരു ഇളനീല പൊട്ടുപോലെ കാണുന്നതാണ് നമ്മുടെ ഭൂമി. അവിടെയാണ് നമ്മളൊക്കെ സ്നേഹിക്കുന്നത്, നമുക്കൊക്കെ അറിയാവും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതുവരെ കേട്ടിട്ടുള്ള ഈ ലോകത്തിന്റെ പല കോണുകളിലായി ഏതെങ്കിലുമൊക്കെ കാലത്ത് ഉയിരോടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെയും ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത് അതിനുള്ളിലാണ്. നമ്മൾ ഉള്ളിലേക്കിയ പരസ്പരം നോവുകളും ആനന്ദങ്ങളും, കുറ്റം കൊണ്ട് നടന്ന പലജാതി മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സാമ്പത്തിക സിദ്ധാന്തങ്ങളും, അനേകായിരം വേട്ടക്കാരും പര്യവേക്ഷകരും, ധീരയോദ്ധാക്കളും ഭീരുക്കളും, സംസ്കാരങ്ങൾ സൃഷ്ടിച്ചവരും മണ്ണോട് ചേർത്തവരും, ചക്രവർത്തിമാരും കൃഷിവലരും, പ്രേമിച്ചു മരിച്ച ലക്ഷോപലക്ഷം കാമുകന്മാരും, എല്ലാ അച്ഛനമ്മമാരും, കണ്ണിൽ പ്രതീക്ഷകൾ എന്തി പിച്ചവെച്ച അവരുടെ കുഞ്ഞുങ്ങൾ, ശാസ്ത്രജ്ഞരും യാത്രികരും, സദാചാരത്തിന്റെ പതാകവാഹകർ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണാധികാരികൾ, സൂപ്പർ താരങ്ങളും സുപ്രീം ലീഡർമാരും, മാനവരാശിയുടെ ചരിത്രത്തിൽ ഇന്നോളം അവതരിച്ചിട്ടുള്ള പുണ്യാളരും പാപികളും എല്ലാം ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത് ആ ഒരൊറ്റ പൊട്ടിന്മേലാണ്. സൂര്യരശ്മിക്ക്